ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങളെന്ത് ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് മെയ് 20 കേട്ടോ, എൻ്റെ അരീഷേട്ടൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണല്ലോ. അപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നു പുറത്തൊക്കെ പോവാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഷൂട്ടിങ് ചെയ്യാം ഇത്, അപ്പം കുറച്ച് മെമ്മറിയൊക്കെ. പക്ഷേ എഴുന്നേറ്റപ്പോൾ ലേറ്റായിപ്പോയി. നേരത്തെ എഴുന്നേക്കണമെന്നൊക്കെ വിചാരിച്ച് എഴുന്നേറ്റപ്പോൾ ലേറ്റായിപ്പോയി. അപ്പോൾ ഇനി ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നേ. ഇനി അറിയത്തില്ല എപ്പോഴാണ് ഇറങ്ങാൻ പറ്റുക എന്നുള്ളത്. അതുകൊണ്ട് ദോശക്കുള്ള മാവ് കൊണ്ട് ചമ്മന്തി അരയ്ക്കണം, അവന് ഫുഡ് കൊടുക്കണം, കുളിപ്പിക്കണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചമ്മന്തിയൊക്കെ അരയ്ക്കട്ടെ കേട്ടോ. നാട്ടിൽ നിന്ന് വന്നിട്ട് കുറച്ചാഴ്ച ആയിട്ടുള്ളൂ കേട്ടോ, രണ്ടാഴ്ച ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഹാങ് ഓവറിലേക്കുള്ളൂ. നേരത്തെ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, എന്താണെന്ന് അറിയത്തില്ല. രാവിലെ എൻ്റെ വർക്കൗട്ടും കാര്യങ്ങളും എല്ലാം ഇപ്പം ഒരു വഴിക്കായി കിടക്കും. എല്ലാം ഒന്ന് പയ്യെ തിരിച്ചു കൊണ്ടുവന്നു. കഴിഞ്ഞ ആഴ്ച എന്തോ നേരത്തെ എഴുന്നേറ്റു, ഇന്നും രാവിലെ എഴുന്നേറ്റ് വർക്കൗട്ടൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷെ ഒന്നും നടന്നില്ല. പിന്നെ നാട്ടിലെ ആ ഒരു എന്താ പറയുക, ടൈം ചേഞ്ചിൻ്റെയും ഡിഫറൻസിൻ്റെ ആണെന്ന് തോന്നുന്നു. എന്താണെന്ന് അറിയത്തില്ല, അങ്ങോട്ട് എഴുന്നേക്കാൻ പറ്റുന്നില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അങ്ങനെ നമ്മുടെ ദോശമാവ് റെഡിയായി, അവിക്കുള്ള പാലും വെച്ചു, പിന്നെ പീനട്ട്സും ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഞാനിവിടെ കൂടുതലും പീനട്ട് ചട്നിയായിട്ട് ഉണ്ടാക്കുന്നത്, കാരണം അവർക്ക് രണ്ടുപേർക്കും പീനട്ട് ചട്നിയോടാണ് കൂടുതലും താല്പര്യം. അങ്ങനെ പീനട്ട്സ് ഒക്കെ വറുത്ത് കഴിഞ്ഞ് ഞാൻ പയ്യെ തൊലി വിളിക്കാൻ തുടങ്ങി. ഇപ്പം അവി വന്നിരുന്നു കേട്ടോ. എന്നെ പയ്യെ പുള്ളി ഓരോരോ തേങ്ങയും ഓരോരോ കടലയൊക്കെ കഴിച്ച് സഹായിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, നന്നായിട്ട്. പിന്നെ കുറച്ച് ലേറ്റ് ആയല്ലോ, എനിക്ക് അത്യാവശ്യം വിശന്നും തുടങ്ങിയായിരുന്നു കേട്ടോ. അപ്പം പെട്ടെന്ന് ഞാൻ തൊലി പൊളിച്ച് ചമ്മന്തി അരയ്ക്കട്ടെ, കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങണം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പെട്ടെന്ന് റെഡി ആയിട്ട്, ഓൾറെഡി നമ്മൾ നല്ല ലേറ്റാണ്, പെട്ടെന്ന് റെഡി ആയിട്ട് വരാം. അങ്ങനെ തീർച്ചി വെച്ച് റെഡിയായി നമ്മളിത് ഇറങ്ങിയിട്ടോ. ആക്ച്വലി 9:30 എന്ന് പറഞ്ഞിട്ട് 10:30 ആയിട്ട് ഇപ്പോൾ സമയം നമ്മൾ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് പീറ്റർബർഗിലേക്കാണ്. ആദ്യം തന്നെ പോകുന്ന പീറ്റർബർഗ് ഒരു കത്തീഡ്രലുണ്ട് അവിടെ, നല്ല ഫേമസ് ആയിട്ടുള്ള കത്തീഡ്രൽ. അപ്പം അങ്ങോട്ടാണ് നമ്മളിപ്പോൾ. ഇവിടുന്ന് ഏകദേശം 2 മണിക്കൂറോളം ട്രാവലുണ്ട് കേട്ടോ പീറ്റർബർഗിലേക്ക്. പിന്നെ എന്തെങ്കിലും പരിപാടി, പിന്നെ അവിടെ എന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ട്, അതൊക്കെ കാണുക. അതാണിപ്പോൾ കത്തീഡ്രലാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഇൻറ്റൻഷൻ. പിന്നെ കുറേ നാളെ നമ്മൾ പീറ്റർബർഗ് പോകണം എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. സാധാരണ ഞാൻ ഇന്ന് മുമ്പിലാട്ടോ കയറുന്നത്. അതുപോലെ തന്നെ ഇപ്പം നാട്ടിൽ നിന്ന് വന്നപ്പം അവയ്ക്ക് ഫ്രണ്ടിലിരിക്കാൻ ഭയങ്കര ഇതാണ്, പിന്നെ തന്നെ ഇരിക്കാനും ഭയങ്കര മടിയാണ്. അപ്പോൾ പിന്നെ ഞാനും അവൻ്റെ കൂടെ കയറുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ പുള്ളി ഇപ്പം തന്നെ ഉറക്കാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രണ്ടിലേക്ക് ഷിഫ്റ്റ് ആവും. നമ്മൾ കാറൊക്കെ പാർക്ക്, നമ്മൾ പീറ്റർബർഗ് എത്തിയിട്ടോ. നമ്മൾ കത്തീഡ്രലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. കാറൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി കത്തീഡ്രലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ കത്തീഡ്രലിലെത്തി. ഈ കത്തീഡ്രലിൽ ഏകദേശം 900 years ഓൾഡ് കത്തീഡ്രലാട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂറോപ്പിലെ ഏറ്റവും വലിയ സീലിംഗ് ഫ്ലോറൽ പെയിൻറ് ഉള്ള കത്തീഡ്രലാട്ടോ, അതും ഹാൻഡ് പെയിൻറ്റിങ് ഉള്ളത്. അങ്ങനെ നമ്മൾ ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇവിടെ ഷൂട്ടിംഗ് പറ്റത്തില്ല എന്നിട്ടോ. അങ്ങനെ നമ്മൾ കത്തീഡ്രലൊക്കെ കയറി ഇറങ്ങി. നല്ല അടിപൊളി കത്തീഡ്രലായിട്ടോ. ഇവിടുത്തെ കത്തീഡ്രലിൽ എല്ലാം കയറാനും കാണാനും ഒരു പ്രത്യേക രസം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കല്ല് വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ ഇവിടെ കുറേ ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ 2-3 ഗ്രൂപ്പ് ഓഫ് കിഡ്സിനെയും കൊണ്ട് ഈ നേഴ്സറിയിൽ നിന്നൊക്കെ ആൾക്കാർ വന്നേക്കുന്നതും കണ്ടു കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇതിൻ്റെ അകത്ത് കയറി കാണുക. ഇവിടുത്തെ ഈ കത്തീഡ്രൽ മാത്രമല്ല, എല്ലാ കത്തീഡ്രലും. അങ്ങനെ കത്തീഡ്രലിൽ കയറി ഇറങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വിശപ്പിൻ്റെ വിളി വന്നു. അങ്ങനെ നമുക്കിനി ഫുഡ് കഴിക്കാൻ പോവാം. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ട് എവിടെ കയറണം എന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവസാനം വന്നു പറ്റിയത് ഈ ആർക്കോ ലോഞ്ച് എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിലായിരുന്നു. ഇത് പ്യുവർ ബ്രിട്ടീഷ് എന്താ പറയുക റെസ്റ്റോറൻ്റ് ആയിരുന്നേ. അവിടുത്തെ ബർഗർ, പിന്നെ സ്റ്റീക്ക്, അങ്ങനത്തെ പിന്നെ വെറൈറ്റി ഓഫ് സ്റ്റീക്സ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ ഫുഡൊക്കെ. ഞാനൊരു ബർഗർ മേടിച്ചു, അവിക്കും ഒരു ബർഗർ മേടിച്ചു, അയച്ചേട്ടൻ സ്റ്റീക്ക് അങ്ങനെ എന്തോ സാധനമായിരുന്നു കേട്ടോ കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ച് പയ്യെ ഇറങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോൾ നല്ല അടിപൊളി ക്ലൈമറ്റ്, നല്ല വെയിലും ചെറിയൊരു തണുത്ത കാറ്റൊക്കെ ആയിട്ട്. പിന്നെ ഈ സ്ഥലവും നല്ല അടിപൊളി വൈബ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു കേട്ടോ. കുറേ ഷോപ്പിംഗ് സെൻറ്ററുകളും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു കുറച്ച് നേരം ഇതിലെ നടക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഈ എന്താ പറയുക റോഡിൽ കൂടെയൊക്കെ കുറേ നേരം നടന്നു.
അവിടെ നിന്ന് നമ്മൾ നേരെ വന്ന് ഫെറി മെഡോ പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാട്ടോ. ഇങ്ങോട്ട് വരാൻ മെയിൻ കാരണം അവി തന്നെയാട്ടോ. അവിനെ കളിക്കാൻ വിടുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം. പിന്നെ ഈ പാർക്കൊക്കെ ആകുമ്പോൾ ഇവിടെ വലിയ സ്പേസ് കാണും, അവൻ ഓടിക്കളിക്കാൻ പറ്റും. അങ്ങനത്തെ നമുക്കിനി പാർക്ക് കുറച്ചു നേരം എക്സ്പ്ലോർ ചെയ്യാം. ഈ പാർക്കിൽ ആക്ച്വലി ഈ ഫെറി മെഡോ ട്രെയിൻ, അതായത് ഈ മിനിയേച്ചർ ട്രെയിനും അതുപോലെ ബോട്ട് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ വരുന്ന സമയത്ത് ഇല്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ കൂടുതൽ ഇത് കുട്ടികളുടെ വെക്കേഷൻ ടൈമിൽ മാത്രമേ ഓപ്പൺ ചെയ്തുള്ളൂ. ഞങ്ങൾ വന്നത് അതിന് മുമ്പായതുകൊണ്ട് അവരത് രണ്ട് ഫെസിലിറ്റീസും റൺ ആവുന്നില്ലായിരുന്നു കേട്ടോ. അത് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഞാൻ ആക്ച്വലി ഓൺലൈൻ നോക്കി കഴിഞ്ഞപ്പം അവർ ബുക്ക് ചെയ്യാൻ തരുന്നില്ലായിരുന്നു. ഫില്ല് എന്ന മീൻസ് ഇതിനു വേണ്ടി സീറ്റ്സ് ഫില്ലെന്നായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ അല്ലാതെ ഓഫ്ലൈൻ ടിക്കറ്റ്സ് എടുക്കാമല്ലോ. അപ്പം അത് വിചാരിച്ചായിരുന്നു കേട്ടോ ഞാൻ വന്നത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അറിഞ്ഞത് ഇവർ വെക്കേഷൻ ടൈമിൽ മാത്രമേ ഇത് ഓപ്പൺ ആക്കത്തുള്ളൂ എന്നുള്ളത്. അപ്പം എന്നാ വിചാരിച്ച് നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് കണ്ടു കളയാമെന്ന് വിചാരിച്ചത് ഞങ്ങൾ ഇതിലേക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം ഇതിൽ നടന്നു കഴിഞ്ഞപ്പോഴാട്ടോ ഞങ്ങൾ ഇങ്ങനെ ഒരു ബോർഡ് കണ്ടത്. അപ്പം അതിൽ നോക്കിയപ്പോഴാണ് കണ്ടത് ഇവിടെയാണ് ബോട്ട് റൈഡ് നടക്കുന്നത്. പിന്നെ ഇതാരെ സ്ഥാപിച്ചത്, പിന്നെ അവിടെ എന്താ പറയുക ഇങ്ങനെ ദേശാടന കിളികൾ വരുന്ന കിളികളെക്കുറിച്ചും പിന്നെ അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ കുറച്ച് കാര്യങ്ങളും പിന്നെ അവിടെ എന്താ പറയുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻഫോർമേറ്റീവായിട്ട് എഴുതി വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ട് ഇറങ്ങി ചെന്നപ്പോഴാണ് ഞാൻ നല്ല അടിപൊളി ഒരു വ്യൂവും കണ്ടത് കേട്ടോ. നല്ല സൂപ്പർ ഒരു വ്യൂ ആയിരുന്നു. പിന്നെ പണ്ടൊക്കെ ഇംഗ്ലീഷ് പുസ്തകങ്ങളിലൊക്കെ വായിച്ചിട്ടല്ലേ ഉള്ളൂ അരയന്നങ്ങളെക്കുറിച്ചും പിന്നെ എന്താ പറയുക പണ്ട് കാലത്തുള്ള ഈ ചെറിയ ചെറിയ ഷോർട്ട് സ്റ്റോറീസിലൊക്കെ ഞാൻ കേട്ടിട്ടുള്ളൂ അരയന്നത്തെക്കുറിച്ച്. ഞാൻ അങ്ങനെ ഒരുപാട് അരയന്നത്തിനെ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇവിടെ വന്നേ പിന്നെയാണ് ഒരു എന്താ പറയുക കുറേ അരയന്നത്തിനെ ഇങ്ങനെ ഒരുമിച്ച് കാണണം കേട്ടോ. ഇവിടെ ഒരുപാട് അരയന്നം ഉണ്ടായിരുന്നു കേട്ടോ, ഒരുപാട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഈ കാണുന്നത് ഇത് ഡക്ക് അല്ല കേട്ടോ, അതായത് നമ്മുടെ നാട്ടിൽ കാണുന്ന നോർമൽ താറാവല്ല ഇത്. ഇതിന് പറയണ ഗൂസ്. എനിക്ക് ഇതിന്റെ മലയാളം പേര് അറിയത്തില്ല. ഇവരിവിടെ പറയുന്ന ഇതിന് ഗൂസ് എന്നാണ്. ഈ താറാവുകൾ ആക്ച്വലി മൈഗ്രന്റ് താറാവ്, അതായത് ദേശാടന പക്ഷികളാട്ടോ ഇത്. അതായത് അവർ ക്ലൈമറ്റ് അനുസരിച്ച് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഇത് വരുന്നത് കണ്ടോ, നല്ല അടിപൊളി ഒരു സുന്ദര അരയന്നം, നല്ല രസമില്ലേ? അങ്ങനെ ഞങ്ങളിത് അരയന്നത്തിനെയൊക്കെ കണ്ട് കുറേ നേരം ഞങ്ങൾ അവിടെ നിന്നു കേട്ടോ. കാരണം എന്താ പറയുക പോരാൻ തോന്നുന്നില്ലായിരുന്നു, അതുപോലെ നല്ലൊരു എന്താ പറയുക വ്യൂ ആയിരുന്നു. പിന്നെ നമുക്ക് ഇവിടുന്ന് ഫുഡൊക്കെ മീൻസ് ഇവിടെ ഷോപ്പ് ഉണ്ട്, അവിടെ മേടിക്കാൻ കിട്ടും കേട്ടോ ഇതിൻ്റെ ഫുഡൊക്കെ. നമുക്കത് മേടിച്ചുകൊണ്ട് വന്ന് ഇവർക്ക് കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ നമ്മൾ പിന്നെയും നടക്കാമെന്ന് വിചാരിച്ചു. കാരണം നല്ല വെയിലും ചെറിയൊരു കാറ്റും ആയതുകൊണ്ട് നടക്കാൻ നല്ല സുഖമായിരുന്നു കേട്ടോ. ഈ കണ്ടില്ലേ ഈ റെയിൽവേ ട്രാക്കിൽ കൂടി കേട്ടോ ഞാൻ പറഞ്ഞ മിനിയേച്ചർ ട്രെയിൻ ഓടുന്നത്. പിന്നെ നല്ല ഞാൻ പറഞ്ഞില്ലേ നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് നടക്കാൻ നല്ല സുഖമായിരുന്നു. ഈ നേച്ചർ വാക്ക് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല അടിപൊളിയായിട്ട് നടക്കാൻ പറ്റിയ ഒരു സ്ഥലമാട്ടോ. പിന്നെ അവിടെ കണ്ടില്ലേ ഒരു ചെറിയൊരു റാബിറ്റ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ നേരം അതിനെ നോക്കിയിരുന്നു. അതെന്താ പറയുക അതിനങ്ങനെ പേടിയൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് ഓടിപ്പോയൊന്നുമില്ല. അങ്ങനെ റാബിറ്റിനെയൊക്കെ കണ്ട് പിന്നെയും ഞങ്ങൾ എന്താ പറയുക അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നല്ല സൂപ്പറായിട്ട് കുറേ നേരം നടന്നു കേട്ടോ അതിലെ. അങ്ങനെ കുറേ നേരത്തെ വാക്കിങ്ങും റേസിങ്ങിനും ഒക്കെ ശേഷം നേരെ പോയത് പിള്ളേർ പ്ലേ ഏരിയയിലേക്കായിരുന്നു കേട്ടോ.
അങ്ങനെ കളിച്ചുകൊണ്ട് കിടക്കുന്ന സമയത്താട്ടോ ഇത് കണ്ടത്. അവൾക്ക് ഇതിൽ കയറണമെന്ന് പറഞ്ഞിട്ട് കയറി. പക്ഷെ പുള്ളിക്ക് എന്താ പറയുക റോപ്പ് കിട്ടിയത് കണ്ടിട്ട് ഭയങ്കര പേടി, ഒട്ടും നടക്കാൻ പറ്റും. കുറെ നേരം ഞങ്ങൾ നിന്ന് എൻകറേജ് ചെയ്തു. പിന്നെ പുള്ളി ഇങ്ങനെ ഇറങ്ങി പോന്നു കേട്ടോ. അങ്ങനെ കളിയെല്ലാം കഴിഞ്ഞത് ഞങ്ങളൊരു കഫേ കയറി ഒരു ഹോട്ട് ചോക്ലേറ്റും കോഫിയും പിന്നെ ഒരു കേക്കും പിന്നെ അവർക്ക് ഒരു ഐസ്ക്രീമും വാങ്ങിച്ച് ഞങ്ങൾ വന്നിരുന്നു കേട്ടോ. കേക്ക് മേടിക്കാൻ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ആനിവേഴ്സറി ആണല്ലോ, കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ. ഞാൻ വലിയ കേക്കുകളൊന്നും ഇവിടെ മേടിക്കാറില്ല കേട്ടോ, കാരണം നാട്ടിലാണെങ്കിൽ മേടിക്കും, കാരണം നമ്മൾ കഴിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടെ ഞങ്ങൾ 3 പേരെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ പറയുക കുറേ ദിവസം ഇങ്ങനെ വെച്ച് കഴിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനെ ചെറിയ എന്തെങ്കിലും കേക്ക് മേടിച്ച് കട്ട് ചെയ്യുക എന്നുള്ളത്. കാരണം ഞാനിവിടെ വന്നു കഴിഞ്ഞ് ഒരു പ്രാവശ്യം മേടിച്ചായിരുന്നു. അത് മേടിച്ച് കഴിഞ്ഞ് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഒരാഴ്ചയോളം ഇതിങ്ങനെ ഇരിക്കും കേട്ടോ കഴിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഞാൻ ഇപ്പം പൊതുവെ അങ്ങനത്തെ വലിയ കേക്കുകൾ വാങ്ങിക്കാറില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആനിവേഴ്സറി കേക്കും കട്ട് ചെയ്തു. ഞങ്ങൾ ഇരുന്ന കഫേയിലെ ബാക്ക്ഗ്രൗണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ഈ കാണുന്ന കേട്ടോ അവിടുത്തെ വ്യൂ എന്ന് പറയുന്നത്. ഇവിടെ കുറേ ഗൂസും പിന്നെ എന്താ പറയുക സ്വാനും അങ്ങനെ ഒരു രക്ഷയില്ലാത്ത ഒരു സ്ഥലമായിരുന്നു കേട്ടോ. നല്ല അടിപൊളി പ്ലേസ് ആയിരുന്നു. എന്താ പറയുക ഇവിടുന്ന് പോരാനേ തോന്നില്ലായിരുന്നു. പിന്നെ ഇവിടെ കുറേ വാട്ടർ റൈഡ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം അവർ വെക്കേഷൻ ടൈമിൽ സ്റ്റാർട്ട് ആകത്തുള്ളൂ. ഇന്നത്തെ അങ്ങനത്തെ ട്രാവലെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കട്ടെ. ഇപ്പോൾ സമയം ഏകദേശം 5:30 ആയിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഒരു 1:47 മിനിറ്റ്സോളം ട്രാവൽ ഉണ്ട് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ട്രാഫിക് ഉണ്ടോ എന്ന് അറിയത്തില്ല. ഏകദേശം ഒരു 7:30 ആകുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിലെത്തുമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് ചെന്നിട്ട് ഇനി ബാക്കി പരിപാടി നോക്കണം. അങ്ങനെ നമ്മൾ തിരിച്ച് നോർവിച്ചിലെത്തി. നല്ലൊരു ഉറക്കം കഴിഞ്ഞിരുന്നേറ്റു കേട്ടോ. നമ്മൾ വന്നേക്കുന്ന വീണ്ടും അടുത്തുള്ളൊരു മാക്ടീഡ് എടുത്താൽ നമുക്ക് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം ഏകദേശം 7:30 ആയി. ഇനി വീട്ടിൽ പോയി ഉണ്ടാക്കാനുള്ളൊരു പ്രാണി എനിക്കില്ലാത്തതുകൊണ്ട്. പിന്നെ നിങ്ങൾക്കിപ്പോൾ കണ്ടറിയാം നല്ല വെട്ടമുണ്ട്. ഇതിപ്പോൾ ഇനി ഒരു 9:30 വരെയൊക്കെ ഈ വെട്ടം ഇതുപോലെ തന്നെ പോകട്ടു. ഇപ്പോൾ ഒരു 8:30 വരെയൊക്കെ ഉള്ളൂ. പക്ഷെ ഇത് പോകെ ഇപ്പോൾ 9:30. അങ്ങനെ ഞാൻ ഈ വീഡിയോ ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവർ ടാറ്റാ ബൈ ബൈ.